പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥന് ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് തിരുമുൻപിലിരുന്ന് നമുക്ക് തിരുവചനം ധ്യാനിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനമാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ സ്നാപക യോഹന്നാനെ വധിച്ച ശേഷം യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടപ്പോഴുള്ള ഹെറോദേസിൻ്റെ ഉൾഭയത്തെ അഥവാ മനസാക്ഷി കുത്തിനെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് ഹെറോദേസ് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. 3 മുതലുള്ള വാക്യങ്ങളിൽ ഹെറോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും വധിച്ച സംഭവത്തെക്കുറിച്ചും പറയുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയായെ ഹെറോദേസ് സ്വന്തമാക്കുന്നത് ശരിയല്ലെന്ന് യോഹന്നാൻ പറഞ്ഞതിനാലാണ് അവനെ ഹെറോദേസ് കാരാഗൃഹത്തിൽ അടച്ചത്. ഹെറോദേസിൻ്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. അതിനാൽ അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് ഹെറോദേസ് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു പറഞ്ഞു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് നൽകാൻ പറഞ്ഞു. തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അതവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അങ്ങനെ യോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചതിന് ശേഷം യേശുവിനെ വിവരമറിയിച്ചു. ഈ സുവിശേഷ ഭാഗം നൽകുന്ന 2 പ്രധാന ചിന്തകൾ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി എടുക്കാം നമുക്ക്. ഒന്നാമതായി, നീതിമാനായ സ്നാപക യോഹന്നാനെ വധിച്ച ശേഷം ഹെറോദേസിനുണ്ടായ മനസാക്ഷിക്കുത്തും ഉൾഭയവും. തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ചാണ് ഹെറോദേസ് സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഛേദിച്ചത്. അതിനാൽ ഹെറോദേസിനെ എപ്പോഴും തൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉൾഭയം വിട്ടുമാറുകയുമില്ല. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നും, അന്യായമായി അനീതിയായി നാം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും, നീതിമാനെതിരെയോ സത്യവിരുദ്ധമായോ അറിഞ്ഞുകൊണ്ട് വാക്കാലോ പ്രവൃത്തിയാലോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ ആത്മശോധന ചെയ്യുക. അനുദിന ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലും കർമ്മരംഗങ്ങളിലും സമൂഹത്തിലും സത്യവിരുദ്ധമായും അനീതിപരമായും അന്യായമായും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പല വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നില്ലേ? 1-2 ഉദാഹരണങ്ങൾ എടുത്തു പറയട്ടെ. കുടുംബങ്ങളിൽ സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ചിട്ട് അപരൻ്റെ മേൽ പഴി ചാരാൻ ശ്രമിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരും സഹോദരങ്ങളും മാതാപിതാക്കളും മക്കളുമില്ലേ? പ്രവർത്തന രംഗങ്ങളിൽ അസൂയയോടും സത്യവിരുദ്ധമായും അപരനെ ദ്രോഹിക്കുന്നവരില്ലേ? അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തിലും സത്യവിരുദ്ധമായും സ്നേഹത്തിനെതിരായുമുള്ള തെറ്റുകൾ സംഭവിക്കുന്നില്ലേ? വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ വീഴ്ചകളെക്കുറിച്ച് നന്നായി അനുതപിച്ച് ഈ നോമ്പുകാലത്ത് നല്ലൊരു വിശുദ്ധ കുമ്പസാരം നടത്തുക. മേലിൽ ഇപ്രകാരമുള്ള വീഴ്ചകൾ സംഭവിക്കാതെ സത്യസന്ധമായി സത്യത്തിന് സാക്ഷ്യം നൽകി സ്നേഹ ചൈതന്യത്തോടെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി തിരുമുൻപിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്യാം. ഈ സുവിശേഷ ഭാഗം നൽകുന്ന 2ാമത്തെ ചിന്ത,
സ്നാപക യോഹന്നാനെതിരെ പകരം വീട്ടാൻ അവസരം പാർത്തിരുന്ന ഹെറോദിയ ആണ്. സ്വന്തം തെറ്റ് ചൂണ്ടിക്കാട്ടി എന്ന ഏക കാരണത്താൽ അതിന് പകരം വീട്ടാനാണ് ഹെറോദിയ നീതിമാനായ സ്നാപക യോഹന്നാൻ്റെ ശിരസ് തളികയിൽ വെച്ച് തരണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടാൻ മകളോട് പറഞ്ഞത്. മറ്റുള്ളവരോടുള്ള അസൂയയാലും വിദ്വേഷത്താലും ചെറുതോ വലുതോ ആയ കാര്യങ്ങൾക്കായി ഇതുപോലെ പകരം വീട്ടാൻ തക്കം നോക്കി കാത്തിരുന്നിട്ടുണ്ടോ? ഇപ്പോഴും ആരോടെങ്കിലും പക വച്ചു പുലർത്തുന്നുണ്ടോ? വന്നുപോയ വീഴ്ചകൾ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് അനുതാപത്തോടെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. നമ്മിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും, ലോകത്ത് നിന്നും ഇത്തരത്തിലുള്ള തിന്മകൾ തുടച്ചു മാറ്റി ഒരു നവസമൂഹ സൃഷ്ടിക്കായി സഹായിക്കാൻ ദിവ്യകാരുണ്യനാഥനോട് അപേക്ഷിക്കാം. ഈ ആഗ്രഹത്തോടെ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലും പരസ്പര ഐക്യത്തിലും ധ്യാനപരമായ ജീവിതം നയിച്ച് നവചൈതന്യം ചുറ്റും പ്രസരിപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ലോകത്തെ രൂപാന്തരീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് നമ്മിലും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലും കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഉള്ള ഒരു പരിവർത്തനം സംഭവിക്കണം. സർവശക്തൻ അതിനായി നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ